अयोध्यायः संजय उवाच तं तथा कृपयाविष्टम् ഞാൻ ഒഴിക്കാം. വേണ്ട, ഞാൻ നടന്നോളാം. നീ കേറ്. ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലെ തന്നെ സംഭവിച്ചു. ഈ കാറിൽ ആദ്യമായിട്ട് കയറുന്ന പെണ്ണുരുത്തി നീയാണ്. എന്റെ കിടപ്പാടം ബാങ്കുകാർ ഷിഫ്റ്റ് ചെയ്തു. എന്റെ ഭാര്യ നാട്ടിൽ ആശുപത്രിയില്ല. എനിക്ക് നാട്ടിൽ കാല് കുത്താൻ വയ്യ. എന്റെ ഫയൽ ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ സെക്രട്ടറി നടയിൽ തൂങ്ങിച്ചാവും. സാറേ, എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചത്തു കളയും. സാറേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ. പിന്നെ എന്തിനാടാ എന്റെ പെങ്ങളുടെ കുട്ടിയെ കല്യാണം കഴിച്ചത്? എന്റെ എല്ലാം വെച്ച് തോറ്റടാ. പട്ടിണിയാ, ഞാൻ പട്ടിണി. ഞാനിനി എങ്ങോട്ട് പോവും? കാല് വരെ പിടിച്ച അപേക്ഷിച്ചത് എന്റെ കുഞ്ഞുമക്കൾ നീ വഴിയാതാണോ? ദൈവം നിനക്ക് മാപ്പ് തരില്ലടാ. നീ നശിക്കും. ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ ശാപം. ഹലോ, ആ ഷിബു സാർ, ഇറങ്ങാൻ പോവാ. ആ കൊടുക്കാം സാർ. ഷിബു ആണ്, എന്തോ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞു. ആ ഷിബു, നമസ്കാരമുണ്ട് സാറേ. ഞാൻ എൻ്റെ മച്ചമ്പിയുടെ കാര്യമാണ് അന്ന് പറഞ്ഞിരുന്നത്. KSFDCയിലെ ഇന്റർവ്യൂവിന്റെ കാര്യം. എൻ്റെ സഹോദരിയുടെ മോളാ. 4 പെമ്മക്കളാ. എവള് കടശി. വല്ലാത്ത പ്രാരാബ്ധത്തിലാ സാറേ. ഇന്നാണ് ഇന്റർവ്യൂ. പലപ്പോഴായിട്ടാ സാറിനെ വിളിച്ച് കിട്ടിയില്ല. ബോർഡിൽ നമ്മുടെ ഡേവിഡ് സാറുണ്ട്. പല സാറൊന്ന് പറഞ്ഞാ ഞാൻ പറയാം അച്ഛനെ. ഒരു ബന്ധുവിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞു. ഇന്ന് 10 മണിക്കാണ് ഇന്റർവ്യൂ. ഇപ്പൊ തന്നെ നേരെ ഒരുപാടായി. എന്റെ ആശാനെ, ഞാൻ കുറച്ച് ടെൻഷനിലാണ്. ഞാൻ പറയാം, ആശുപത്രിയിൽ പോയിട്ട് വരട്ടെ. സാർ എന്നെ നാറ്റിക്കരുത്. ഞാൻ മച്ചമ്പിടെ നിന്ന് കാശ് വാങ്ങിച്ചു പോയി. ആരോട് ചോദിച്ചിട്ട്? താൻ ഒരൊറ്റ ഒരുത്തിനെ എന്നെ ഊരാക്കുടിയെ കൊണ്ട് ചാടിച്ചത്. ആ തൃപ്പൻ നമ്പൂരി ഇന്നലെ സെക്രട്ടറിനെ പഠിക്കുമെന്ന് കാണിച്ചാലും താൻ അറിഞ്ഞോ? താനല്ലേ ആളുടെ ഫയൽ നീക്കി കൊടുക്കാന്ന് പറഞ്ഞു. എന്റെ കുഴപ്പം കൊണ്ടാണോ സാറേ ഫയൽ നീങ്ങാത്തത്? നമ്മുടെ വ്യവസ്ഥിതിയുടെ കുഴപ്പം കൊണ്ടല്ലേ. വ്യവസ്ഥിതി? താനും വ്യവസ്ഥിതിയെ പിടിച്ചു തുടങ്ങിയ. സാർ മച്ചമ്പി, സാർ അല്ല സാർ. എവിടെയാണോ? ICUലാണ്.
24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കണമെന്ന ഡോക്ടർമാരുടെ അഭിപ്രായം. ഇന്നലെ രാത്രി അവിടെ വലിയ ഒച്ചയും നിലവിളിയൊക്കെ കേട്ടെന്ന അയൽവക്കത്തുള്ളവർ പറയണത്. ആ ഡിവൈഎസ്പിയെ കൊണ്ടൊരു ക്രിമിനൽ കേസ് ചാർജ് ചെയ്തേക്കണ്ട. വേണ്ട, ഗവൺമെന്റ് ശശി എനിക്കൊന്ന് കാണണം. ശശി സംശയിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഒന്നുണ്ട്, സുമിത്ര എനിക്ക് പ്രിയപ്പെട്ടവളാണ്. അവളെനിക്ക് മറക്കാൻ പറ്റില്ല. അവളുടെ തലയിലെഴുത്തിന്റെ പിടിപ്പുകൾ കൊണ്ട് തന്റെ താലി അവൾക്ക് ചുമക്കേണ്ടി വന്നു സത്യം. പക്ഷെ എന്ന് വെച്ച് ശമ്പള സ്കെയിലും പത്രാസും വെച്ച് നോക്കുമ്പോ കുറച്ച് താഴത്താണെങ്കിലും ഞാനും ഒരു ആണാ. ഭാര്യയെ കുടിച്ചേർത്തി മുതുകത്തിടിക്കുന്നതാണോടാ നിന്റെ ആണത്വം? സാറിനിപ്പോ എന്താ വേണ്ടത്? എനിക്ക് എന്റെ സുമിത്ര വേണം. എന്ന് വെച്ചാ ഈ ഒളിസേവയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കണം. ഒളിസേവയ്ക്ക് പൂതി തോന്നിയ ബാലന് ഒരുപാട് വഴികളും സ്ഥലങ്ങളും ഉണ്ടാകും. നിന്നെ പോലെ മുക്കാച്ചക്രം ശമ്പളം വാങ്ങിക്കുന്നവന് സ്വപ്നം കാണാൻ പറ്റാത്ത സ്ഥലങ്ങൾ. പക്ഷെ കൂടെ കളിച്ചു വളർന്ന പെണ്ണിനെ ബാലൻ ആ ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. നിനക്കറിയോ, നിന്റെ കിടക്ക പങ്കിട്ട നിമിഷം വരെ അവളെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല. അവളുടെ ബാല്യവും കൗമാരവും ഒക്കെ ഈ കൈവെള്ളയിലായിരുന്നു. നോക്കിയിട്ടില്ല ഞാൻ അവളെ തെറ്റായൊരു ചിന്തയോടെ. വലിയ വർത്താനം പറയാനൊക്കെ ആർക്കും പറ്റും. കഥകളൊക്കെ ഒത്തിരി ഞാനും കേട്ടിട്ടുണ്ട്. ശശി, വിശ്വാസമില്ലാത്തൊരു പെണ്ണിനെ കൂടെ പൊറപ്പിക്കുന്ന ശരിയല്ല. അവളെ അവളുടെ പാട്ടിന് വിട്ടേക്ക്. പകരം എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരും. ഞാൻ ഒന്നാം തരം നായർ തറവാട്ടിൽ പറഞ്ഞവനാ. ഭാര്യ വിറ്റ് കാശ് പിടുങ്ങുന്ന രീതി എനിക്കറിയില്ല. ഏത് ായാലും പേരിനറ്റത്ത് വാലായിട്ടൊരു നമ്പൂതിരിയോ നായരോ ഉണ്ടെങ്കിൽ ഇവിടെ മാന്യമായിട്ട് ജീവിക്കാമല്ലോ. അതുപോട്ടെ, നാളെ നേരം വൈകുന്നതിന് മുമ്പ് നീ അവളെ നിയമപരമായിട്ട് ഉപേക്ഷിച്ചിരിക്കണം. എന്നിട്ട് പണം എത്ര വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ എത്തിക്കാം. ശശി, ഇപ്പൊ പോ. നാളെ വൈകിട്ട് 5 മണിക്ക് നിങ്ങൾ രണ്ടുപേരും ഞാൻ വിളിച്ചാൽ കെട്ടി നടത്തുണ്ടാവണം. സാർ, എന്താ മാഡം? ഡൽഹിയിൽ നിന്ന് ഒരു സീരിയസ് മെസ്സേജ് ഉണ്ട്. കോഴിപ്പള്ളി ഡാമിന്റെ പ്രശ്നത്തിൽ ആദിവാസി ഗോത്രസഭ സുപ്രീം കോടതി സമീപിച്ചിരിക്കുന്നു. അവർക്ക് സ്റ്റേ കിട്ടാൻ സാധ്യതയുണ്ടെന്ന ലീഗൽ അഡ്വൈസറുടെ നിഗമനം. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. കമ്പനിയിൽ നിന്ന് ഈ ഇടപാടിൽ രൂപ 3 കോടിയാണ് നമ്മൾ കൈപ്പറ്റിയിരിക്കുന്നത്. കോടതി സ്റ്റേ ചെയ്യും മുമ്പ് പദ്ധതി പ്രദേശത്തുള്ള കുടിലുകൾ മൊത്തം പൊളിച്ചു മാറ്റണം. താമസക്കാരെ ഒഴിവാക്കിയേ വേണം. അത് ഈസിയാണ്. പക്ഷെ മന്ത്രി എന്ന നിലയിൽ രവി സാറ് അത് ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിട്ടുകൊള്ളാം. 17 MLA-മാരുള്ള ഞങ്ങളെ പിണക്കിയിട്ട് അവർക്ക് ചുക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിയമസഭയിൽ ഈ പ്രശ്നം ചർച്ചയ്ക്കെടുത്താൽ എതിർക്കാനായിരിക്കും കൂടുതൽ ആൾക്കാർക്ക് താല്പര്യം. അതിപ്പോ നിയമസഭയിൽ എത്താതെ തന്നെ പാസ്സാക്കാം. അഡ്വക്കേറ്റ് ജനറൽ ഒരു ഓർഡർ മതി. പക്ഷെ രവി സാറിനൊരു പ്രശ്നം ഉണ്ടായാൽ ഒന്നും സംഭവിക്കില്ല. നാളെ നേരം വെട്ടം വീഴുമ്പോ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ ഒരു കുടിയിലും അവിടെ ഉണ്ടാവില്ല എന്ന് ബാല ഞങ്ങൾക്ക് ഉറപ്പു തരണം. ഈ അസുലഭ മുഹൂർത്തത്തിന് സാക്ഷിയാവാൻ ഏറ്റവും അർഹതയുള്ള ആളാണ് ബാലൻ. തനിക്ക് വേണ്ടി ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു. എന്റെ പൊതുജീവിതം ഇന്ന് 10:15 ഞാൻ അവസാനിപ്പിക്കുന്നു. അതിന് ഞാൻ നന്ദി പറയേണ്ടത് ബാലനോട് മാത്രമാണ്. 10:15 ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി പട്ടം രവീന്ദ്രൻ ഗവർണർ മുമ്പാകെ രാജി സമർപ്പിക്കുന്നു. ഇന്നലെ രാത്രി കോഴിപ്പള്ളി മുളങ്കുറ്റി കലാപത്തിൽ 17 പേർ വെടിയേറ്റു മരിച്ചതിന്റെയും സ്ത്രീകളും കുട്ടികളും അടക്കം 40 ആദിവാസി സഹോദരങ്ങളുടെ മിസ്സിംഗിന്റെയും ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ടുള്ള രാജി. അതിന് സാർ എന്തിന് രാജിവെക്കണം? ജനാധിപത്യ രാഷ്ട്രമാണിത്. പട്ടാള ഭരണവും രാജഭരണവും അല്ലിവിടെ. ഒരു രാത്രി ഇരുട്ടി വിളിക്കുന്നതിനിടയിൽ ചരിത്രത്തിൽ നീ എനിക്കുണ്ടാക്കി തന്ന സ്ഥാനം എത്ര വലുതാണെന്നറിയാമോ നിനക്ക്?
എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ബാല. സർക്കാർ ശമ്പളം പറ്റിക്കൊണ്ട് എന്നെ സേവിച്ച നിനക്കും അവസരത്തിന് തന്നെ ഉപദേശിച്ചും ശാസിച്ചും നയിച്ച എന്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും. കോഴിപ്പല്ലിയിൽ പോലീസിനെ ഇടപെടുത്താനുള്ള ഓർഡറിൽ നീ എപ്പോഴാണ് ബാല എന്നെ കൊണ്ട് ഒപ്പുവെപ്പിച്ചത്? ഇത് മാത്രമോ? എന്തിനാണെന്നും ഏതിനാണെന്നും അറിയാത്ത എത്രയോ ഓർഡറുകൾ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു. സാർ ഇങ്ങനെ ഇമോഷണൽ ആവരുത്. 17 പേരെ വെടിവെച്ചു വന്ന മന്ത്രിക്ക് സ്വച്ഛമായി ഒന്ന് വേദനിക്കാനുള്ള അവകാശമില്ലേ പ്രൈവറ്റ് സെക്രട്ടറി? ഇല്ലെങ്കിൽ മന്ത്രിയുടെ ഇന്നത്തെ പ്രോഗ്രാം വായിക്ക്. എത്ര മണിക്ക്, എവിടെ വെച്ച്, എന്തിന്റെയൊക്കെ പേരിൽ ഞാൻ ഇമോഷണൽ ആവണം? ഈ നാട്ടിൽ മന്ത്രി ഞെട്ടി, മന്ത്രി പറഞ്ഞു, മന്ത്രി പ്രസ്താവിച്ചു. ഇതിൽ എന്തിലെങ്കിലും മന്ത്രിയുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളോ ആദർശങ്ങളോ ഉണ്ടോ? നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും അഭിപ്രായം വ്യക്തിപരമായി പറഞ്ഞാൽ നിയമത്തിന്റെയും പ്രോട്ടോകോളിന്റെയും മുന്നണി സംവിധാനത്തിന്റെയും നൂലാമാലകൾ പറഞ്ഞ് കൺഫ്യൂഷനാക്കി അത് നിങ്ങൾ നിങ്ങളുടെ വഴിക്കാക്കും, ഏറ്റെടുക്കും. ഈ കച്ചവടത്തിൽ നഷ്ടം എനിക്കാണ്. എന്റെ പൊതുജീവിതം. ചോര പുരണ്ട ഈ ഖദർ കുപ്പായം ഇനി എനിക്ക് വേണ്ട. ബ്യൂറോക്രസിയുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൂടി. അത് തന്നെ, അത്രമാത്രം. പിന്നെ അവസാനമായി എൻ്റെ ഒരു ഉത്തരവ് കൂടി നടപ്പാക്കണം. നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫിലെ ഒരു ഗൺമാൻ മിസ്റ്റർ ശശിധരൻ പിള്ള ഇന്നലെ സിറ്റിയിൽ വെച്ച് ഒരു റോഡ് ആക്സിഡന്റിൽ മരിച്ചു. പരേതിന്റെ ശവദാഹത്തിനു വേണ്ടിയുള്ള ഏർപ്പാടുകൾ സർക്കാർ ചെലവിൽ ചെയ്തു കൊടുക്കണം. ബന്ധുക്കളെ ഖേദമറിയിക്കണം. ബോഡി വീട്ടിലെത്തുമ്പോൾ റവന്യൂ വകുപ്പിൻ്റെതായിട്ടുള്ള റീത്ത് സമർപ്പിക്കണം. ബോഡി ഇപ്പോൾ ജനറൽ ആശുപത്രിയിലെ മോർച്ചറിയിലുണ്ട്.